ലോകം മുഴുവനും പ്രഭ പരത്തിയ ഗൗസുൽ ആലം തങ്ങളെ നമ്മളൊക്കെ അനുസ്മരിക്കാറുണ്ട്. ലോകത്തിന്റെ മുഴുവനും ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ കാരണക്കാരായ ബദരീങ്ങളെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഇന്ത്യയുടെ സുൽത്താനായ മുത്തുനബി പറഞ്ഞയച്ച ഖാജാ തങ്ങളെ അനുസ്മരിക്കാറുണ്ട്. അതിനുശേഷം ഇത്രമേൽ അനുസ്മരിക്കപ്പെടുന്ന ഒരു മഹാൻ വേറെ ആരാണുള്ളത്? എന്തുകൊണ്ടാണ് അവർ ഇത്രയേറെ ലോകം മുഴുവനും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നത്? അത് മദീനയിൽ നിന്ന് നേരിട്ട് കിട്ടിയ പ്രകാശമാണ്. ആ പ്രഭ വാങ്ങി അവിടുന്ന് നാട്ടിൽ വന്നു. പിന്നെ അവിടുത്തെ ചിന്ത മാറി. പിന്നെ ദുനിയാവിനോടുള്ള താല്പര്യങ്ങളില്ല. പിന്നെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മദീനയിലെ പ്രകാശം കിട്ടിയാ പിന്നെ അള്ളാഹുവിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതബഅത്തി റസൂലിൽ മുക്മിലാ. പരിപൂർണരായ മുത്തുനബിയിലൂടെ അള്ളാഹുവിലേക്ക് അങ്ങ് ലയിക്കുകയാണ് മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങള്. പിന്നെ അവിടുത്തെ ജീവിതത്തിൽ ദർസ് നടത്തണമെന്ന ചിന്തയില്ല. പിന്നെ അവിടുത്തേക്ക് ഭൗതികമായ താല്പര്യങ്ങളില്ല. അങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുകയാണ്. അതിനിടയിൽ മഹാനായ പുലിമൊയ്തീൻ സാഹിബ് എന്ന് പറയുന്ന നഖ്ശബന്ദി ത്വരീഖത്തിന്റെ ശൈഖായിരുന്ന വലിയ മഹാനെ കണ്ടുമുട്ടുന്നു. 8 വർഷക്കാലം അവിടുത്തെ കൂടെ വലിയ വലിയ റിയാദുകൾ വീടുകയാണ്. നമ്മൾ മനസ്സിലാക്കിയോ അതൊക്കെ വെറുതെ എങ്ങനെ കിട്ടിയതാണെന്ന്? ഒരു പച്ചശാള് വില കുറവിന് വാങ്ങി തോളിലിട്ടാ കിട്ടുന്നതാണോ കറാമത്ത്? ഇതൊന്നും വെറുതെ കിട്ടിയതല്ല. സി.എം. വലിയുള്ള വെറുതെ കുത്തുബുലാലമായതല്ല. മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങൾ 8 കൊല്ലം നഖ്ശബന്ദി ത്വരീഖത്തിന്റെ ശൈഖായ പുലിമൊയ്തീൻ സാഹിബിന്റെ റിയാദയിൽ ജീവിക്കുകയാണ്. ആ സമയത്ത് കാണാം ബഹുമാനപ്പെട്ടവർക്ക് വിശപ്പടക്കാൻ വല്ല ഉണക്കറൊട്ടിയോ എന്തെങ്കിലും ആണ് ഉണ്ടാകുക. ദിവസങ്ങളോളം ഭക്ഷണമില്ല. അവരിങ്ങനെ ആ ഉണക്കറൊട്ടിയിൽ നിന്ന് ദിക്ർ ചൊല്ലിയിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട പുലിമൊയ്തീൻ സാഹിബ് നല്ല സുഗന്ധ നല്ല വാസന ഇങ്ങനെ അടിച്ചു വീശുന്ന ബിരിയാണി കഴിക്കും. എന്തിനാണ്? ഈ ദുനിയാവാകുന്ന ഭക്ഷണത്തിലേക്ക്, ദുനിയാവിന്റെ രുചിയിലേക്ക് അള്ളാഹുവിന്റെ രുചിയിൽ നിന്ന് ഈ ശിഷ്യന്റെ ശ്രദ്ധ തെറ്റുന്നുണ്ടോ എന്ന് അറിയാനാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങളെ ചരിത്രത്തിൽ പറഞ്ഞില്ലേ, 3 കൊല്ലം അവിടുത്തെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഉപദേശം ചിന്തിച്ചുകൊണ്ട് ഒരൊറ്റ നൃത്തം 3 കൊല്ലം നിന്ന മഹാനാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി. ആ രൂപത്തിൽ അവർ പാകപ്പെടുകയാണ്. 3 കൊല്ലം സി.എം. വലിയുല്ലാഹി തങ്ങൾ റിയാദയിലാണ്. എന്ത് റിയാദ? ദുനിയാവിൽ ഒരു മനുഷ്യനോടും സംസാരമില്ല. അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളോട് ആരോടും സംസാരമില്ല. അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് 3 വർഷക്കാലം. ആ റിയാദ് ആരംഭിച്ചിട്ട് 1 കൊല്ലം പൂർത്തിയാകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് മോനെ കാണാൻ വന്നിട്ട് വിളിക്കുകയാണ്. നമ്മൾ അള്ളാഹിനോടുള്ള റിയാദയിലാ. അള്ളാഹുവിന്റെ ആ ത്വരീഖത്തിലെ ഹഖീഖത്തിലോട് ലയിച്ചിരിക്കുക. ഇവിടെ ശരീഅത്തൊന്നുമില്ലാന്ന് സി.എം. വലിയുള്ള പറഞ്ഞില്ല. അങ്ങനെ ശരീഅത്തില്ലാത്തൊരു ത്വരീഖത്ത് ഇസ്ലാമിലില്ല. 1 വർഷക്കാലം പൂർത്തിയായ സമയത്ത് ഉമ്മ വന്ന് വിളിക്കുമ്പോ, സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണ്ടേ? അതല്ലേ ശരീഅത്ത്. ഉമ്മാക്ക് ഉത്തരം കൊടുക്കുകയാണ് മഹാനായ സി.എം. വലിയുല്ലാഹി. എന്നിട്ട് ഉമ്മാനോട് പറയാണ്, ഉമ്മ 3 വർഷക്കാലം ദുനിയാവുമായി ഒരു ബന്ധമില്ലാതെ അള്ളാഹുവുമായി മാത്രമല്ല ഒരു റിയാദയിലാണ് ഞാൻ. അതുകൊണ്ട് ഉമ്മ സമ്മതം തരണം. എനിക്കൊരു ഇനി 2 കൊല്ലം പോരാ, ഈ 1 കൊല്ലത്തിനിടക്ക് സംസാരിച്ചു പോയി. അതുകൊണ്ട് ഇനി ഒരു 3 കൊല്ലം അള്ളാഹുവുമായി മാത്രം സംസാരിച്ചിരിക്കാൻ ഉമ്മ സമ്മതം തരണം. ഇതാണ് കഠിനമേറിയ മുറാഖബകൾക്കും മുഷാഹദകൾക്കും ഇടയിൽ പോലും ശരീഅത്തിന്റെ ഒരു പോയിന്റിന് പോലും, ഒരു കടുക് മണിക്ക് പോലും വ്യത്യാസം വരുത്തൂല. അതാണ് ഔലിയാക്കള്. അങ്ങനെ തന്നെയാണ് സി.എം. വലിയുല്ലാഹി ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശംസുൽ ഉലമ അവിടുത്തെ അംഗീകരിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഇ.കെ. ഹസ്സൻ മുസ്ലിയാരുടെ വഫാത്തിന്റെ മാസമല്ലേ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ അംഗീകരിച്ചത് സകല ബിദ്അത്തിന്റെയും സകല കള്ളത്വരീഖത്തിന്റെയും കണ്ട കോടാലിയായ മഹാനായ താജുൽ ഉലമ പറഞ്ഞില്ലേ, സി.എം. വലിയുള്ള വലിയ മഹാനാണെന്ന്. എന്തുകൊണ്ടാണ്? ശരീഅത്തിന്റെ പൂർണ്ണമായ നിയമങ്ങൾ അവർ ജീവിതത്തിൽ പകർത്തിയ ശൈഖായി വലിയായി അംഗീകരിക്കപ്പെട്ട ആളാണെന്ന് ബോധ്യപ്പെടാതെ താജുൽ ഉലമ അത് പറയോ? അവരൊക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മൾ സി.എം. വലിയുള്ളാനെ അംഗീകരിക്കുന്നത്. പണ്ഡിതന്മാരെന്താണോ പറഞ്ഞത് അവിടെയാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങൾ പിന്നെ കുറെ വർഷം കാട്ടിലൂടെയുള്ള സഞ്ചാരങ്ങളാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തല്ലേ, വയനാട്ടിന്റെ ചുരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ലോറിയിൽ ഒരാൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ലോറി ഓടിച്ചുകൊണ്ട് മരം കയറ്റിയ ലോറിയുമായി ഒരു ഡ്രൈവർ ഇങ്ങനെ പോകുമ്പോ മഹാനായ സി.എം. വലിയുല്ലാഹി ആ ലോറിക്ക് കൈ കാണിക്കുകയാണ്. ഇത് സി.എം. വലിയുല്ലാഹിയാണെന്ന് അയാൾക്കറിയില്ല, ഇതാരാണെന്നൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ കുറച്ച് അതവും ഗുരുത്വമുള്ള ഒരാളാണ് ഏതായാലും. അപ്പൊ അയാൾ ലോറി നിർത്തി.
ലോറി നിർത്തിയപ്പോ CM വലിയുള്ള പറഞ്ഞ് ഇറങ്ങേ, പുറത്തിറങ്ങേ. എന്താണ് ഈ പാതിരാത്രിയിൽ ഇങ്ങനെ? ഏതായാലും CM വലിയുള്ളാന്റെ മുഖം കണ്ടപ്പോ മോമിനിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അയാൾ പുറത്ത് വേഗം ചാടി ഇറങ്ങിയിട്ട് അയാൾ പുറത്തേക്കാണ്. പക്ഷെ CM വലിയുള്ള പറച്ചിൽ നിർത്തുന്നില്ല. പിന്നെയും പറയണേ ഇറങ്ങേ, താഴേക്കിറങ്ങ്, പുറത്തിറങ്ങ്, വണ്ടിയിലേക്ക് നോക്കിയിട്ട്. അപ്പോഴാണ് ഇദ്ദേഹം ഇരിക്കുന്ന ലോറിയുടെ ഉള്ളിലെ അദ്ദേഹത്തിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് വളരെ ഉഗ്രമായ വിഷമുള്ള ഒരു സർപ്പം, ഒരു മൂർഖൻ പാമ്പ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. സാധാരണക്കാരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് അവരുടെ കണ്ണുകൊണ്ട് ആ മഹാന്മാര് കാണുകയാണ്. ആ പാമ്പ് ഏതോ കാട്ടിൽ വണ്ടി നിർത്തിയ സമയത്ത് കയറിക്കൂടിയതാണ്. CM വലിയുള്ള ആ സഹോദരനെ രക്ഷപ്പെടുത്തുകയാണ്. കാലങ്ങൾ കുറെ കഴിഞ്ഞിട്ട് CM വലിയുള്ള എന്ന് പറഞ്ഞിട്ടൊരു മഹാനുണ്ടെന്ന് കേട്ടിട്ട് കാണാൻ വന്നപ്പോഴാണ് ഇയാൾ പറയുന്നത്, പടച്ചവനെ, എന്ന് കാട്ടിൽ നിന്ന് ഉഗ്രവിഷമുള്ള സർപ്പത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മഹാനാണല്ലോ. കാട്ടിലൂടെ നടക്കുകയാണ്, വലിയ വലിയ ജീവജാലങ്ങൾ, ആനകൾ പോലും അവരെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്യുകയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും മുറുകെ പിടിച്ചാൽ ഒരു ഹിംസ്ര ജന്തുവും ആക്രമിക്കൂല. അത് ഖസീദത്തുൽ ബുർദയിൽ നമ്മൾ കേട്ടിട്ടില്ലേ? വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ. മഹാനായ സഫീന റളിയല്ലാഹു അൻഹു കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ഹബീബായ മുത്തുനബിയുടെ ചുമടെടുത്തിരുന്ന മഹാനാണ്. കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വഴിതെറ്റിപ്പോയപ്പോ ഒരു വലിയ സിംഹം, കാട്ടിലെ രാജാവായ സിംഹം ഒരൊറ്റ കടിക്ക് സഫീനത്ത് തങ്ങളെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ, ഒരിരയെ കിട്ടിയ സന്തോഷത്തോടെ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചാടി വീഴുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അടങ്ങണം സിംഹമേ, അന മൗലാ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാ, അതുകൊണ്ട് അടങ്ങണമെന്ന് പറയുമ്പോ ഇൻതൽ ഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജീമി. കൊടും കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഹിംസ്രജന്തുവായ സിംഹം മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വഴികാട്ടിയായി നടക്കുകയാണ്. സിംഹം മുമ്പിൽ നടന്നാ പിന്നെ കടുവ വരുമോ, വേറെ ഏതെങ്കിലും ജീവികൾ വരുമോ? ആ ജീവികളൊക്കെ മാറി പേടിച്ചോടുന്നു. ഒരു കാവൽക്കാരനെ പോലെ വഴിയുടെ പുറത്തെത്തുന്നത് വരെ ആ സിംഹം മുന്നിൽ നടക്കുന്നു. ഈമാനുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? മോമിനീങ്ങൾ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, കറാമത്തുകളിൽ വിശ്വസിക്കുന്നവരാണ്, മുഅ്ജിസത്തുകളിൽ വിശ്വസിക്കുന്നവരാണ്. ഹബീബായ തങ്ങൾ ചന്ദ്രനെ പുലർത്തി എന്ന് പറഞ്ഞപ്പോ ഏഴാകാശവും കടന്ന് മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അത് അംഗീകരിച്ചുവെന്ന് പറഞ്ഞ നേതാവാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹു അവരുടെ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരെ അംഗീകരിക്കാനുള്ള ഭാഗ്യം നമുക്കും നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ മഹാനായ CM വലിയുള്ള ജീവിച്ചു. കുറെ കാലം കാട്ടിലൂടെ എങ്ങനെ സഞ്ചരിച്ചു, കുറെ കാലം മഖബറകളിലൂടെ സഞ്ചരിച്ചു. പല മഖബറകളിലും അവിടുന്ന് കാണിച്ചു കൊടുത്തു. വയനാട് ചുരത്തിന്റെ 4ാമത്തെ വളവിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ ചുരത്തിൽ മഖാമുണ്ട്, അതിന്റെ പുറകിൽ ഒരു ഗുഹയുണ്ട്. ഇപ്പോഴും പകല് പോയാൽ പോലും നമുക്ക് പേടിയാണ് ആ ഗുഹയിലിരിക്കാൻ. ആ ഗുഹയുടെ ഉള്ളിലേക്ക് റുക്കൂ ഇങ്ങനെ ചെയ്തുകൊണ്ടേ അതിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. പോയി കണ്ടവരെന്റെ കൂട്ടത്തിലുണ്ടാകും. അതേ, ആ ഗുഹയിൽ വർഷങ്ങളോളം എത്രയോ കാലം മഹാനായ CM വലിയുള്ളാഹി ഇരുന്ന് ഇബാദത്ത് എടുത്ത ഗുഹയാണ്. അതിന്റെ പുറത്തുള്ള മഖാമ് ആർക്കും അറിയാതെ കിടന്നൊരു മഖാമാണ്. അവിടുന്നാണ് അത് പരിചയപ്പെടുത്തി കൊടുത്തത്. മൊഗ്രാൽ ബുത്തൂരിൽ മഖബറയുണ്ട്. അത് മഹാനവറുകൾ പറഞ്ഞതാണ്. ഇവിടെ കുഴിക്ക് ഇവിടെ മഖബറയുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതാണ്. അത്ഭുതങ്ങൾ കാണാൻ അവരെ കണ്ണിന് അല്ലാഹു കഴിവ് കൊടുത്തതാണ്. കറാമത്തുകൾ കാണിക്കാൻ അല്ലാഹു അവർക്ക് പതിവ് കഴിവ് കൊടുത്തതാണ്. അപ്പോഴവർ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അവർ ഹിദായത്തിന്റെ വെളിച്ചം ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്